ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് PERT, CPM അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും ഒക്കെയാണ് അതിൽ വരുന്നത്. സോ അതിൻ്റെ അകത്ത് നമുക്കൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊജക്ട് അല്ലേ, പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് പല സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് പ്ലാനിങ് ആണ്. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഷെഡ്യൂൾ ചെയ്യണം. ഏതൊക്കെ ജോലി എപ്പോഴൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഷെഡ്യൂളിംഗ് വേണം. അത് കഴിഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുക ഇൻ ദ സെൻസ് അത് കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യണം. വേറെ എന്തെങ്കിലും റിസോഴ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം. സോ അതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയാം. നമ്പർ ഓഫ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിത്ത് ദ യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്, namely men, machines, materials, money and time. സോ എന്തായാലും ഒരു എന്താ പറയുക, മാൻ പവർ വേണം നമുക്ക്. അതിന്റെ കൂടെ തന്നെ മെഷീൻസ് വേണം, മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം, മണി, ടൈം. സോ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. അതിനെയാണ് നമ്മൾ ഒരു പ്രൊജക്ട് എന്ന് പറയാം, അല്ലെ, ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ദ പ്രൊജക്ട് മേ ബി എക്സ്ട്രീംലി ലാർജ് ആൻഡ് കോംപ്ലെക്സ്, സച്ച് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസിംഗ്. ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈവേയുടെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിന്റെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ഒരു എഞ്ചിനീയറിനെ പോയി മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് പുള്ളിയെ കൊണ്ടൊരു പ്ലാൻ വരപ്പിക്കുന്നു. ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ എത്ര സ്റ്റോറീഡ് ആണ്, അപ്പൊ അത്രയും സ്റ്റോറീഡ് ബിൽഡിങ്ങിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ സ്റ്റോറീഡ് ആണെങ്കിൽ, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയില്ല. അതിന് എന്താ ഫയർ സർവീസിന്റെ കാര്യം വേണം, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതുപോലത്തെ കാര്യങ്ങൾ, പിന്നെ ലിഫ്റ്റ് സർവീസ്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റൊക്കെ ആണെങ്കിൽ അതിനും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ അത് ഈ എന്താ പറയാ, ഈ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പുകളും അതിന്റെ അകത്ത് നമുക്ക് പ്ലാനിങ്ങിലും ഷെഡ്യൂളിങ്ങിലും കൺട്രോളിങ്ങിലും ഒക്കെ വരും. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്. സോ അവിടെ പ്രോജക്ട് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ഇവിടെയും പ്ലേ ചെയ്യും. ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആണ്, ഒരു പുതിയൊരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ് ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. So it is required that managers must have a dynamic planning and scheduling system to produce the best possible result, and also to react immediately to the changing conditions and make necessary changes in the plan and schedule. So ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച്, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ കമ്പനിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാറാനുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അതുകൂടി വേണം. അത് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സിൽ അതും പറയുന്നുണ്ട്. A convenient analytical and visual technique of PERT and CPM prove extremely valuable in assisting the managers in managing the projects. ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് പറഞ്ഞ ടൈമിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടൂളുകളാണ് PERT-ഉം CPM-ഉം. അപ്പോൾ ഇതിൽ PERT-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ്. നമുക്ക് ഓപ്ഷൻസിൽ തെറ്റിക്കുന്ന രീതിയിൽ പല രീതിയിലും തന്നിട്ടുണ്ട്. പ്രൊജക്ട് ഇവാലുവേഷൻ എന്നും പ്രോസസ് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് PERT-ന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. PERT-ന്റെ P എന്ന് പറയുന്ന പ്രോഗ്രാം ആണ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. പിന്നെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. സോ ഈ രണ്ട് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രൊജക്ടിനെ മാനേജ് ചെയ്യുന്നത്. ഒരു കൃത്യമായിട്ടൊരു ടൈം ഉണ്ടാവും, ആ ടൈമിൽ അതിനെ തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. Though both PERT and CPM techniques have similarity in terms of concept, the basic difference is PERT is used for analysis of project scheduling problems. അപ്പോൾ ഈ PERT എന്ന് പറയുന്ന സാധനം മെയിൻ ആയിട്ട് പ്രോജക്ട്
ഷെഡ്യൂളിംഗ് പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യാനാണ് നമ്മൾ പേർട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പേർട്ട് പറയുമ്പോൾ നമ്മൾ പറയും ഈ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് ടൈം കൃത്യമായി പറയാൻ പറ്റില്ല. ഇപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ടി വരും. ചില എക്സ്പെരിമെന്റ്സ് ഫെയിൽ ആയി പോകും, ചിലത് സക്സസ് ആവും. സോ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പെർട്ട്. അതേസമയം CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ആ CPM എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടൈം നമുക്കുണ്ടാവും. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൃത്യമായി എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു എന്താ പറയാ, ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, അതായത് ഈ പറഞ്ഞ റെയിൻ അതുപോലത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അഫക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി അത് എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും CPM-ന്റെ കേസിൽ. പക്ഷേ ഇവിടെ പെർട്ടിന്റെ കേസിൽ നമുക്ക് പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് തീരുമോ ഇല്ലേ എന്ന് നമുക്ക് എന്താ പറയാ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒരുപാട് എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് പോകാം. സക്സസ് ആവുന്നില്ലെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു കൺസെപ്റ്റിലോട്ട് പോയിട്ട് വരും. സോ പേർട്ട് അതാണ് മെയിൻ ആയിട്ട് CPM പേർട്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ പിന്നെ വേറൊരു കാര്യം എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് CPM ഹാസ് എ സിംഗിൾ ടൈം എസ്റ്റിമേറ്റ്. ഈ സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ കൊടുത്തിട്ട് ചോദിക്കും സിംഗിൾ ടൈം, 3 ടൈം എസ്റ്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, CPM ഹാസ് സിംഗിൾ ടൈം എസ്റ്റിമേറ്റ്. നമുക്കറിയാലേ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അപ്രൂവൽ വാങ്ങും. അതിനുശേഷം നമ്മൾ അതിന്റെ ബേസ്മെന്റ് എടുക്കും, പിന്നെ കല്ല്, പിന്നെ പ്ലാസ്റ്ററിങ്, ആൻഡ് ദെൻ അതിന്റെ ഫ്ലോറിംഗ്, റൂഫിംഗ്, അതുപോലത്തെ കാര്യങ്ങൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. അപ്പോൾ ഒരു സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് നമുക്ക് CPM-ൽ എടുക്കാൻ പറ്റും. അതേസമയം പെർട്ട് ഹാസ് 3 ടൈം എസ്റ്റിമേറ്റ്, 3 ടൈം എസ്റ്റിമേറ്റ്. അതും ഒരു ചോദ്യമാണ്. 3 ടൈം എസ്റ്റിമേറ്റ് ഉള്ളത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. പെർട്ടിലാണ് 3 ടൈം എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുക. അത് ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ഒരു 3 ടൈം എസ്റ്റിമേറ്റ് എടുക്കുന്നത് പേർട്ടിലാണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. ഫോർ ആക്ടിവിറ്റീസ് ആൻഡ് യൂസ് ഓഫ് പ്രോബബിലിറ്റി തിയറി ടു ഫൈൻഡ് ദ ചാൻസ് ഓഫ് റീച്ചിങ് ദ ഷെഡ്യൂൾഡ് ടൈം. സോ ഈ പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് പെർട്ടിലാണെന്ന് കൂടി ഓർത്തു വെക്കുക. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അത് എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും. തുടങ്ങുന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്കത് ശരി ഓക്കെ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ബട്ട് ഞാൻ അത് എപ്പോൾ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ആ പറയുന്ന പ്രൊജക്ട് എപ്പോൾ എൻഡ് ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഒരു ഒരു പ്രോബബിലിസ്റ്റിക് മോഡൽ മാത്രമേ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റൂ. സോ പെർട്ട് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി തിയറിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വെക്കുക. ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് CPM എന്ന് പറയുന്നത് സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണ്, പെർട്ട് എന്ന് പറയുന്നത് 3 ടൈം എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കോളേജിലൊക്കെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിലും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. സോ അത് തന്നെയാണ് പ്രൊജക്ട് ഇസ് ആൻ ഇന്റർ റിലേറ്റഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് പോയിന്റ് ആൻഡ് ദാറ്റ് റിസൾട്ട്സ് ഇൻ യൂണിക് പ്രൊഡക്റ്റ് ഓർ സർവീസ്. സോ ഒരു പ്രൊഡക്റ്റ് അവസാനം ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിത്തീരും, തന്നെയാണ് നമ്മൾ പ്രൊജക്ട് എന്ന് പറയാം. അപ്പോൾ ആ പ്രൊജക്റ്റിനെ കൃത്യമായി നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ ഒരു സയന്റിഫിക് വേ ഓഫ് പ്ലാനിങ്, implementing, monitoring, and controlling the various aspects of a project, such as time, money, materials, manpower, and other resources. സോ ഈ പറഞ്ഞ മണി ആയാലും ശരി, ടൈം ആയാലും ശരി, മെറ്റീരിയൽസ് ആയാലും ശരി, റോ മെറ്റീരിയൽസ് ആയാലും ശരി, മാൻ പവർ ആയാലും ശരി, അത് കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, അതിനെ അനലൈസ് ചെയ്തുകൊണ്ട്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ടൈം ഒരുപാട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് ലോസുകൾ ഉണ്ടാവും. ഇപ്പൊ മണി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഫണ്ട്, ഇത്ര ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫണ്ടിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നെ മെറ്റീരിയൽസ് ആയാലും ശരി, അതിനും ലിമിറ്റഡ് ആയിരിക്കും. മാൻ പവർ ആയാലും ശരി, കൂടുതൽ ആൾക്കാരെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാശ് കയ്യിൽ നിറങ്ങും. സോ അവിടെയും നഷ്ടങ്ങൾ ഉണ്ടാവും. സോ അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിനാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയാം. സോ ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന് 3 ഫേസുകളാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പഠിച്ചപ്പോൾ, നമ്മൾ മാനേജ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലേ, എല്ലാത്തിനെയും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കാര്യമാണ് പ്ലാനിങ്. So involves setting the objectives of the project, identifying various activities to be performed, such as determining the requirement of resources such as men, materials, machines, etc. The cost and time for all activities are estimated, and network diagram. So ഇതിനെയാണ് നമ്മൾ പെർട്ട് CPM എന്ന് പറയാം. നെറ്റ്വർക്ക് ഡയഗ്രാം ഇസ് ഡെവലപ്ഡ് ഷോയിങ് സീക്വൻഷ്യൽ ഇന്റർ റിലേഷൻഷിപ്പ്. സോ എന്താ പറയാ, നമുക്കിപ്പോ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബേസ്മെന്റിനുള്ള കുഴി എടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ അതിൻ്റെ അകത്ത് ഈ കല്ലും സിമെന്റും ഒക്കെ വെച്ചിട്ട് ബേസ്മെന്റ് നമുക്ക് കെട്ടാൻ പറ്റും. സോ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു പ്രോസസ്സ് തുടങ്ങാൻ പറ്റൂ. സോ അതാണ് സീക്വൻഷ്യൽ ഇന്റർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് ചെയ്ത് തുടങ്ങാൻ പറ്റൂ. അതിനാണ് പ്രിഡിസസർ സക്സസർ ആക്ടിവിറ്റി എന്നൊക്കെ പറയാം, നമ്മൾ കാണുന്നുണ്ട് ബിറ്റ്വീൻ വേരിയസ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ പ്ലാനിങ് സ്റ്റേജ്. സോ ഈ പ്ലാൻ ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ
ഇപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു, കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര 2 or 3 days, ഇപ്പൊ എത്ര എംപ്ലോയീസിനെയാണ് നമ്മൾ വെക്കുന്നത്, അത്ര എംപ്ലോയീസ് വെച്ചിട്ട് ഒരു 2 or 3 days കൊണ്ട് നമുക്ക് അതിന്റെ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വേറെ റെയിനോ പ്രശ്നങ്ങളോ അതുപോലത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ കരിങ്കല്ല്, സിമെന്റ്, അതുപോലത്തെ കാര്യങ്ങൾ, മണല് അതൊക്കെ ഇറക്കിയിട്ട് അത് മിക്സ് ചെയ്ത് പിന്നെ അത് കെട്ടിത്തുടങ്ങും. സോ അതൊക്കെയാണ് നമ്മളെ പ്രെഡിസസർ സക്സസർ ആക്ടിവിറ്റീസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഇത്ര ടൈം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പറയും. സോ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്ലാനിങ്. അത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യും, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളൊരു കാര്യം. ഇൻ പ്രോജക്ട് മാനേജ്മെന്റ് ഇസ് എ ലിസ്റ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഏതൊക്കെ ആക്ടിവിറ്റികൾ, എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, deliverables and milestones within a project. A schedule usually includes a plan, start and finish date, duration, resources against each activity. Effective project scheduling is a critical component of successful time management, especially for professional service businesses. സോ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഷെഡ്യൂൾ ചെയ്തു, ആരൊക്കെ എന്തൊക്കെ ചെയ്യും, എപ്പോഴൊക്കെ ചെയ്യും, എപ്പോ തുടങ്ങണം, എപ്പോ അവസാനിക്കണം. സോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമ്മുടെ ഷെഡ്യൂളിംഗ്. ഇപ്പൊ ഷെഡ്യൂളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യണം. ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ച കാര്യങ്ങൾ കൃത്യമായി തീരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒരാൾ നിന്ന് മോണിറ്റർ ചെയ്യണം. അത് മെയിൻ ആയിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അവർ പോയി ഈ വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവര് ഇന്ന ടൈം തുടങ്ങി ഇന്ന ടൈമിൽ അത് തീർക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പ്രോഗ്രസ് അഗൈൻസ്റ്റ് ദ പ്ലാൻ. ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചു, ആ പ്ലാൻ എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുന്നതിനാണ് കൺട്രോളിംഗ് എന്ന് പറയാ. റീ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പൊ റിസോഴ്സസ് ആദ്യം നമ്മളൊരു പ്ലാനിങ്ങിന്റെ ഒരു ബേസിസിൽ കുറച്ച് റിസോഴ്സസ് നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ അത് പോരെന്നുണ്ടെങ്കിൽ റീ അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ക്രാഷിംഗ് ആൻഡ് റിവ്യൂ ഓഫ് പ്രോജക്ട്. ക്രാഷിംഗ് ഓഫ് എ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ആഡിങ് റിസോഴ്സസ് ടു ഓർ ചേഞ്ചിങ് ദ സീക്വൻസ് ഓഫ് ടാസ്ക്. ഫോർ എക്സാമ്പിൾ ടു ഷോർട്ടൻ ദ പ്രോജക്ട് ടൈം ലൈൻ. സോ പ്രോജക്റ്റിന്റെ ടൈം ലൈൻ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കണം. നമ്മൾ ഓൾറെഡി ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് 50 ദിവസം കൊണ്ട് അത് തീർക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഓണർ പറഞ്ഞു എനിക്ക് 50 അല്ല 40 ദിവസത്തിൽ തീർത്തരാം. സോ അത് അങ്ങനെ ഒരു ഡിമാൻഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സ്പീഡിൽ ഈ പ്രോജക്റ്റ് തീർക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ ടാസ്കുകൾ കൃത്യമായിട്ടുള്ള സീക്വൻസ് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ കൂടുതൽ റിസോഴ്സുകൾ അതിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ മാൻ പവർ ആണെങ്കിലും ശരി, മണി ആണെങ്കിലും ശരി, മെറ്റീരിയൽസ് ആണെങ്കിലും ശരി, അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതിനെ നമ്മൾ ക്രാഷിംഗ് ഓഫ് എ പ്രോജക്ട് എന്ന് പറയാം. ആൻഡ് റിവ്യൂ ഓഫ് പ്രോജക്ട് വിത്ത് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ആർ ക്യാരിഡ് ഔട്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഓരോ വീക്ക്ലി ഒക്കെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്ത് വെക്കും. അത് ഇന്ന ടൈം കൊണ്ട് അത് തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് ചെക്ക് ബോക്സ് ആക്കി വെക്കും. അപ്പൊ അതിനെ കൺട്രോളിംഗ് എന്ന് പറയാം. ഇനി പേർട്ടും CPM നെറ്റ്വർക്കിൽ 2 മേജർ കമ്പോണൻസ് ആണുള്ളത്. ഒരെണ്ണം ആക്ടിവിറ്റി ഉണ്ട്, ഒരെണ്ണം ഇവന്റ് ഉണ്ട്. സോ അത് PSC ലെവൽ ഓഫ് ഇതിൽ വളരെ മുന്നേ ചോദിച്ച ചോദ്യമാണ്, എന്താണ് ആക്ടിവിറ്റി, എന്താണ് ഇവന്റ് എന്നൊക്കെ. അപ്പൊ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ്സ് ആൻ ആക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ഓഫ് റിസോഴ്സസ്, ടൈം, മണി, എനർജി എക്സെട്ര റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പോർഷൻ ഓഫ് എ പ്രൊജക്ട്. നമ്മുടെ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് എന്താ പറയാ, ഈ ഐ എന്ന് പറയുന്ന നോഡ്, ഓക്കെ, ഐ എന്ന് പറയുന്ന നോഡ് അല്ലെങ്കിൽ ഇവന്റ് എന്നൊക്കെ പറയും. ഓക്കെ, ഐ എന്ന് പറയുന്നത്. സോ ഈ ഐ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എഴുതുന്നത് എന്തായിരിക്കും, കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം എന്ന് ഞാൻ എഴുതും. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം. ഇനി ജെ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്താ എഴുതാ, പ്ലാൻ എന്ന് എഴുതും. ഓക്കെ, പ്ലാൻ. അപ്പോൾ ഇതിന്റെ ഇടയിൽ ചെയ്യുന്ന കാര്യമാണ് ഈ പ്ലാൻ. നമ്മളൊരു എഞ്ചിനീയറിനെ വിസിറ്റ് ചെയ്തിട്ട് പുള്ളിയെ കൊണ്ട് പ്ലാൻ വരപ്പിക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അയാൾക്ക് എന്തായാലും എഞ്ചിനീയർക്ക് കാശ് കൊടുക്കണം അല്ലെ, അതിനൊരു ടൈം വേണം, പുള്ളിക്ക് പൈസ കൊടുക്കണം. അപ്പൊ പുള്ളിയുടെ എനർജി അതില് പോകും. ആ എനർജി പോകുന്നതുകൊണ്ടാണ് പുള്ളി പൈസ വാങ്ങുന്നത്. ഓക്കെ, ഫൈൻ. എന്റെ എനർജി പോവുകയാണ്, കാരണം ഞാൻ ഐ എം ഗോയിങ് വിസിറ്റിംഗ് ഹിം ആൻഡ് ഐ എം ആസ്കിംഗ് ഹിം ടു ജനറേറ്റ് എ പ്ലാൻ ഫോർ മൈ ഹൗസ്. ഓക്കെ, സോ അപ്പോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയാ, ചെലവായി പോകുന്ന കാര്യങ്ങളാണ്. സോ അവിടെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുക. ഓക്കെ, ഈ പറഞ്ഞ ടൈം, മണി, എനർജി ഒക്കെ ചെലവായി പോകുന്നതിനാണ് ആക്ടിവിറ്റി എന്ന് പറയുക. സോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആരോ വെച്ചിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വെക്കുക. ആക്ടിവിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ആൻ ആരോ. സോ ഇതിൻ്റെ അകത്ത് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ റിസോഴ്സുകൾ കൺസെപ്ഷൻ ആവുന്ന എന്താണ്, ആക്ടിവിറ്റി ആണോ നോഡാണോ എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആക്ടിവിറ്റിയിലാണ്, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്തായാലും എനർജി ഒക്കെ ലോസ് ആവും. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇവന്റ്. ഞാൻ പറഞ്ഞായിരുന്നു ഇവന്റ് അല്ലെ. ആദ്യത്തെ ഇവന്റ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം എന്ന് ഞാൻ എഴുതി. അതിനുശേഷം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താ, ഞാൻ പ്ലാൻ വരയ്ക്കും.
സോ അത് രണ്ടും ഇവന്റുകളാണ്. സോ ആൻ ഇവന്റ് ഓർ നോഡ്, സോ ഒന്ന് ഓർത്ത് വെക്കുക, ഇവന്റിനെ അല്ലെങ്കിൽ നോഡ് എന്നും വിളിക്കാറുണ്ട്. വിൽ ഓൾവേസ് ഒക്കർ ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. നമുക്കൊരു ആക്ടിവിറ്റി ഇവിടെ കാണാൻ പറ്റും എ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആക്ടിവിറ്റിയുടെ എൻഡ് ഇവിടെ കാണാം, ആക്ടിവിറ്റിയുടെ ബിഗിനിങ് ഇവിടെ കാണാം. ടെയിൽ എന്നും പറയും, അതിന്റെ ഹെഡ് ഇവന്റ് എന്നും പറയും. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റിയുടെ ടെയിലും കാണാൻ പറ്റും, ഹെഡും കാണാൻ പറ്റും. വിൽ ഓൾവേസ് ഒക്കർ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. The activity, the event has no resources and are represented by a circle. അപ്പൊ ഈ ഇവന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് റിസോഴ്സുകളൊന്നും ചെലവായി പോകുന്നില്ല. അത് ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം എന്ന് ഞാൻ എഴുതി, അവിടെ വേറെ ഒന്നുമില്ല. പിന്നെ ഹെഡ് ഇവന്റിൽ, ഇവിടെ ഈ ഹെഡ് ഇവന്റിൽ ഞാൻ എഴുതിയത് എന്താ? പ്ലാൻ അല്ലെ, പ്ലാൻ എന്ന് ഞാൻ എഴുതി. അവിടെയും വേറൊന്നും ചെലവായി പോകുന്നില്ല, അപ്പോൾ റിസോഴ്സുകളൊന്നും അവിടെ ചെലവാകുന്നില്ല. അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ ആക്ടിവിറ്റിയിലാണ് നമ്മുടെ റിസോഴ്സുകളൊക്കെ ചെലവായി പോകുന്നത്. The ith event and jth event are the tail event and head event respectively. ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, tail event ആണ് ഈ പറഞ്ഞ ith event, head event ആണ് ഈ പറഞ്ഞ jth event. ഓക്കെ ഫൈൻ. സോ അതാണ് ഇവന്റും ഈ പറഞ്ഞ ആക്ടിവിറ്റിയും. അത് നമ്മൾ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തത് ജെ.ഇ. കെല്ലി എന്ന് പറഞ്ഞൊരു വ്യക്തിയും പിന്നെ എം.ആർ. വോക്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതുവരെ എക്സാമിന് കണ്ടിട്ടില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ജെയ് കെല്ലിയും എം.ആർ. വോക്കറും ആണ്. അത് റെമിംഗ്ടൺ റണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. സോ അവിടുത്തെ ആളാണ് ഈ ജെയ് കെല്ലി എന്ന് പറയുന്ന ആള്. ഒരു എന്താ പറയാ, ഒരു ബിസിനസ്, ഐ മീൻ ഒരു ബിസിനസ്, ഒരു മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് റെമിംഗ്ടൺ റണ്ട് എന്ന് പറയുന്നത്. ദെൻ എം.ആർ. വാക്കർ ഓഫ് ഡ്യൂപോണ്ട്. ഡ്യൂപോണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്. അതൊരു കെമിക്കൽ കമ്പനിയാണെന്ന് അറിയാം. സോ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പറഞ്ഞ CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. വാസ് ഓൺ ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ആൻഡ് ഇറ്റ്സ് ഓവറോൾ കംപ്ലീഷൻ ടൈം. ദ ഫസ്റ്റ് ടെസ്റ്റ് വാസ് മെയ്ഡ് ഇൻ 1958. സോ 1958 1958 ആദ്യമായിട്ട് CPM യൂസ് ചെയ്യുന്നത്. was applied to the construction of a new chemical plant. ഒരു കെമിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1958 ഈ CPM എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. അതിന് 1-2 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രൊജക്ട് നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക് യൂസ് ടു പ്രെഡിക്ട് ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ. അപ്പൊ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്ന്, പ്രെഡിക്ട് ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ. ഇത് ഈ ബോൾഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് നമുക്ക് ചോദ്യത്തിന് ഉത്തരവായിട്ട് വന്നിരിക്കുന്നത്. CPM എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ഓപ്ഷൻ തരും. അതിലൊരു ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. പ്രെഡിക്ട് ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ. ഒരു പ്രോജക്ട് ഡ്യൂറേഷന്റെ ടോട്ടൽ ടൈം പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഒരു 3 ഡെഫിനിഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈസ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ എ പ്രോജക്ട് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ദാറ്റ് ടേക്സ് ദ ലോങ്സ്റ്റ് ടൈം ടു കംപ്ലീറ്റ്. സോ അതിനെ നമ്മൾ ഒരു ഇതായിട്ട് പറയാം. അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ, ക്രിട്ടിക്കൽ പാത്ത് ഫോർ എ പ്രോജക്ട് ഈസ് ദി സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡിറ്റർമിൻസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ദ പ്രോജക്ട് ക്യാൻ ബി കംപ്ലീറ്റഡ്. സോ അവിടെ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ നമ്മൾ ഏർലിയസ്റ്റ് ടൈം എന്ന് പറഞ്ഞു, ഇവിടെ ലോങ്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു. സോ അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാനൊരു ഇത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഒരു പടം കാണിച്ചു തരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഇപ്പോ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പല പല വഴികളുണ്ടല്ലേ. ഇപ്പൊ ആദ്യം എന്താ പറയാ, ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ ഫൗണ്ടേഷൻ ലേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഈ പറഞ്ഞ ചിലപ്പോൾ എന്താ പറയാ, അതിന്റെ ബ്രിക്ക് വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഈ മേസൺട്രിയുടെ പണിയായിരിക്കും. സോ അതുപോലെ പല പല പണികളുണ്ട്. സോ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മളത് കാണിക്കും. അത് കാണിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഏതാണെന്ന് നോക്കും. അതാണ് ലോങ്സ്റ്റ് ടൈം ടു ഗെറ്റ് കംപ്ലീറ്റ്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലോങ്സ്റ്റ് ടൈം, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാം. അപ്പോൾ ആ ലോങ്സ്റ്റ് ടൈം എന്ന് തന്നെയാണ് ഏർലിയസ്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടി. അതായത് അത് ആ ഒരു പ്രൊജക്ടിനെ ഏറ്റവും പെട്ടെന്ന് എപ്പോൾ തീർക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ എടുക്കുന്ന ലോങ്സ്റ്റ് ടൈം തന്നെയാണ്. സോ അത് തന്നെയാണ് ഈ രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. For a project is a series of activities that determines the earliest time by which the project can be complete. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്രിട്ടിക്കൽ പാത്ത് ഇസ് ദ ലോങ്സ്റ്റ് പാത്ത് ത്രൂ ദി നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോങ്സ്റ്റ് പാത്ത് ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് പാത്ത്. ആ ലോങ്സ്റ്റ് പാത്തിൽ ഒരിക്കലും നമുക്ക് ഒരു തരത്തിലുള്ള ഡിലേ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ഡിലേ ആ ലോങ്സ്റ്റ് പാത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച ടൈമിൽ തീരത്തില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമ്മുടെ ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ
Now, എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സ്പെസിഫൈ ദി ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും ശരി, അതിൽ ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് കൃത്യമായി സ്പെസിഫൈ ചെയ്യുക. ദെൻ ഡിറ്റർമിൻ ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഏത് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ആക്ടിവിറ്റി ആണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സീക്വൻസ്, ആദ്യം ഏത്, രണ്ടാമത് ഏത്, മൂന്നാമത് ഏത് എന്നുള്ള കാര്യം. ദെൻ അത് കഴിഞ്ഞിട്ട് അത് വെച്ചൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക. ദെൻ എസ്റ്റിമേറ്റ് ദ ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈം. അപ്പൊ ഓരോ കാര്യം ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഫൗണ്ടേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം, ഇപ്പൊ ഡിപ്പെൻഡ് അപ്പോൺ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ്, റൈറ്റ്? ഇപ്പൊ എത്ര പീപ്പിൾ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ചിലപ്പോൾ 1 ദിവസം കൊണ്ട് തീരാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീരാം, മേ ബി ഡിപ്പെൻസ്. സോ അത് നമുക്ക് കൃത്യമായിട്ട് ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ പാത്ത്. ഇപ്പൊ ഈ ക്രിട്ടിക്കൽ, അപ്പൊ ഓരോ ദിവസവും കംപ്ലീഷൻ ടൈം നമുക്ക് ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടി നോക്കുകയാണ് ഇത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ജോലി വരുന്നത്. സോ അവിടെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് വരുന്നത്. ഓക്കെ, ദെൻ അപ്ഡേറ്റ് ദ CPM ഡയഗ്രാം. ഇനി നമുക്ക് ആ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അതിൽ ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ റിസോഴ്സ് പ്രോജക്ട് ടാഷിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കൂടുതൽ റിസോഴ്സ് ആഡ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് അതിന്റെ ടൈം കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ CPM-ന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 1 എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നോഡാണ്. ഒരു നോഡ് അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേര് ഒരു ഈവന്റ് എന്നാണ്. ഒരു ഈവന്റ് അത് എന്ത് വേണോ ആവാം, എന്തെങ്കിലും ഒരു ഈവന്റ്, ഏതോ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പാത്ത് കാണാൻ പറ്റും. എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കാണാൻ പറ്റും. എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കാണാൻ പറ്റും. എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അത് 2 എന്ന് പറഞ്ഞ അടുത്തൊരു നോഡിലെത്തി. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എ ഒരു ദിവസം, ഈ 1 എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടാ ചെയ്തത്. 1 നിന്ന് 2 എത്താൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റിക്ക് ഒരു ദിവസം എടുത്തു. സോ ഒരു ദിവസം കൊണ്ട് അവൻ ഇവിടെ തീർന്നു, 2 അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയേ ബി 2 days എടുത്തു. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാൻ 2 days എടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ 3 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെത്തി. പിന്നെ സി എന്ന് പറയുന്നത് 3 days എടുത്തു അത് ചെയ്യാൻ. ആ സി ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3 days എടുത്തു. അവൻ 4-ലും എത്തി. അങ്ങനെ 3 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കിയേ 5 എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി തുടങ്ങണം. പക്ഷെ അത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം അറിയാൻ പറ്റും. ഈ പറഞ്ഞ ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയും ഇ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയും കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 5 തുടങ്ങാൻ പറ്റൂ. കാരണം ഈ 2 ആരോയും പോയിന്റ് ചെയ്യുന്നത് 5-ലാണ്. സോ ഡി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി 4 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, 5-ലെത്തി. ഇ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി 5 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, 5-ലെത്തി. സോ ഇത് രണ്ടും ഈ 2 ആരോയും എൻഡ് ചെയ്യുന്നത് 5-ലാണ്. അപ്പൊ 5 എന്ന് പറയുന്ന ഒരു ഈവന്റിലെത്തി. ആ ഈവന്റിന് എനിക്ക് 6 തുടങ്ങണം. പക്ഷെ 6 തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇവിടെ 3 ആരോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ 3-യും തീർന്നിരിക്കണം. അപ്പൊ ഈ 3 തീർന്ന് എന്താ പറയാ 3 തീർന്ന് എഫ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്ത് നേരെ 6-ലെത്തി. അത് കഴിഞ്ഞിട്ട് ജി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്ത് 6 days എടുത്ത് അത് 7-ലെത്തി. അപ്പോ നമ്മൾ എന്താ ഇത് 3-ഉം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ 6 നമുക്ക് ഈ 6J നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റും അല്ലെ. അപ്പൊ ഈ 5-ഉം തീർന്ന് 3-യും തീർന്ന് 7-ഉം തീർന്നു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ J സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് 3 എൻഡ് ചെയ്യുന്നത് 6-ലാണ്. 6-ന്ന് തുടങ്ങി 8-ൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ H-ഉം F-ഉം I-യും തീരണം. സോ അത് തീർന്നു കഴിഞ്ഞപ്പോൾ J തുടങ്ങി. J എന്ന് പറയുന്ന ആക്ടിവിറ്റി തുടങ്ങി. അത് 8-ൽ കംപ്ലീഷൻ ആയി. ഓക്കെ, സോ ഇതിന്റെ അകത്ത് പറഞ്ഞ അസ്യൂം ഓൾ ഡ്യൂറേഷൻസ് ആർ ഇൻ ഡേയ്സ്. സോ ഇത് ഡേയ്സ് ആയിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. ഈ ഇടയ്ക്കുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത് ഡേയ്സ് ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പല പാത്തുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ പല പാത്തുകൾ കാണാൻ പറ്റും അല്ലെ. സോ അതില് പാത്ത് 1 നോക്കി. പാത്ത് 1 ADHJ എന്നിട്ട് ഞാൻ ഈ ADHJ കൂട്ടി നോക്കി, അതിന്റെ ലെങ്ത് കൂട്ടി നോക്കി. അപ്പൊ എത്ര ഡേയ്സ്? 14 days എടുത്തു ഈ പറഞ്ഞ ADHJ തീരാൻ വേണ്ടിയിട്ട്. സോ പാത്ത് നമ്പർ 1. അതുപോലെ എല്ലാ പാത്തും ഞാൻ എടുത്തു. പാത്ത് 2 എടുത്തു. പാത്ത് 2 എന്ന് പറഞ്ഞാൽ BEHJ ആണ്. സോ BEHJ. സോ അതിന്റെ ഡേയ്സ് കൂട്ടി നോക്കി, എനിക്ക് 16 days കിട്ടി. അത് കഴിഞ്ഞിട്ട് പാത്ത് 3 ഞാൻ എടുത്തു. BFJ ആണ്. സോ അതിൻ്റെ അകത്ത് BFJ അതെടുത്തു, കൂട്ടി നോക്കി. സോ 9 days ആണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പാത്ത് 4 എടുത്തു. അത് CGIJ അതിന് 14 days ആണ് എടുത്തത്. സോ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പാത്ത് 2-ക്കാണ് ഏറ്റവും കൂടുതൽ ദിവസം എടുക്കുന്നത്, 16 days. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ പ്രോജക്റ്റ് ഇവിടെ 1-ൽ തുടങ്ങി 8-ൽ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 16 days എന്തായാലും എടുത്തേ പറ്റും അല്ലെ. 16 days എന്തായാലും എടുത്തേ പറ്റും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റും, എത്ര പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 16 ദിവസം ഉള്ള ആ ഒരു പാത്താണ്.
സോ ആ പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ എക്സ്പ്ലനേഷൻ, ഐ മീൻ ആ നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ പാത്തിന്റെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന്റെ അകത്ത് ഇതേ നമുക്ക് കാണാൻ പറ്റുമല്ലേ, 16 ഡേയ്സ്. നമ്മളിപ്പോ ഒരാൾ ചോദിക്കുകയാണ് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് തീർക്കാൻ പറ്റും, 16 ദിവസം മിനിമം എടുക്കും അല്ലെ. അപ്പൊ ഒരു ഷോർട്ടസ്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 16 തന്നെയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ദിവസവും ഈ പറഞ്ഞ പാത്താണ്, പാത്ത് 2 ആണ്. BEHJ ആണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പാത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാത്താണ് പാത്ത് 2 എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഡിലേ ഒന്നും വരാൻ പാടില്ല. അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം സീക്വൻഷ്യൽ ആയിട്ട് കൃത്യമായി നടന്നു പോകണം. ഡിലേ ഒന്നും വരാൻ പാടില്ല. അതിലെന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ 16 ഡേയ്സ് എന്നുള്ളത് മാറും. 16 ഡേയ്സ് എന്നുള്ളത് മാറി നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ 16+ ഉള്ള ഏതെങ്കിലും ഒരു ഡേയിലായിരിക്കും. സോ നമുക്ക് ആ ഒരു പാത്ത് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാത്താണ്. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാം. സിൻസ് ദ ക്രിട്ടിക്കൽ പാത്ത് ഇസ് ദ ലോങ്സ്റ്റ് പാത്ത് ത്രൂ ദ നെറ്റ്വർക്ക് ഡയഗ്രാം, പാത്ത് 2 BEHJ is the critical path for the project X. സോ ഇതൊരു പ്രൊജക്ട് X ആണ്. സോ അതിൽ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡേയ്സ് എടുക്കുന്ന ആ ഒരു പാത്താണ്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞാൽ, for any network is the longest path through the entire network. Since all activities must be completed to complete the entire project, the length of the critical path is also the shortest time available for the completion of the project. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊരു പ്രൊജക്ട് എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റും, ഷോർട്ടസ്റ്റ് ടൈമിൽ എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ഡേയ്സ് നമുക്ക് എടുക്കും എന്ന് നമുക്ക് പറയാം. സോ അതിനെയാണ് നമ്മൾ പറയുന്നത്. സോ അതാണ് ക്രിട്ടിക്കൽ പാത്ത്. Then, thus, if the project is to be completed in that shortest time, all activities on the critical path must be started as soon as possible. സോ അവിടെ ഡിലേ ഒന്നും വരാൻ പാടില്ല. ഈ 16 ഡേയ്സ് എടുക്കുന്ന ഓരോ ആക്ടിവിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. BEHJ, ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി, ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി, എച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റി, ജെ എന്ന് പറയുന്ന ആക്ടിവിറ്റി. സോ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും. സോ ബി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കെട്ടുന്നതായിരിക്കാം. സോ അതുപോലെ ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയിൽ ഡിലേ വരാൻ പാടില്ല. സോ അവിടെ ഡിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ ആയിട്ട് പ്രൊജക്ടിന്റെ ടൈം എന്ന് പറയുന്നത് ഡിലേ ആവും. സോ അത് എത്രയും പെട്ടെന്ന് തീരുന്നു അത്രയും പെട്ടെന്ന് അടുത്ത സ്റ്റാർട്ട് ചെയ്ത് പോകാം. സോ ദീസ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. സോ അവിടെ ഈ കണ്ട ഈ വട്ടം ഇട്ടിരിക്കുന്ന BEHJ എന്ന് പറയുന്നതിനെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്ന ആ ഒരു പാത്തിലെ ആക്ടിവിറ്റികളെ നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഓക്കെ, സോ അതാണ് അതിന്റെ ക്രിട്ടിക്കൽ പാത്ത് അനാലിസിന്റെ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ ടൂളാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇതിന്റെ അകത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് ഈ ഒരു വാക്കാട്ടാ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് പെർട്ടിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് കൊടുക്കാറുണ്ട്, പ്രോസസ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ അതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള ടേം വരുന്ന പ്രോഗ്രാം ഇവാലുവേഷൻ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. നമ്മൾ പെട്ടെന്ന് പഠിച്ചു വെച്ച് പോകും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രൊജക്ട് ഇവാലുവേഷൻ ആണോ എന്നൊരു സംശയം തോന്നാം. സോ അത് കൃത്യമായി വരുന്ന പ്രോഗ്രാം ഇവാലുവേഷൻ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. നമ്മൾ പഠിക്കുന്ന പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ചാണ്, പക്ഷെ പെർട്ട് എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ പി എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് എന്ന് ഓർത്തു വെക്കുക. പേർട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പ്രൈമറിലി ടു സിംപ്ലിഫൈ ദ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട്സ്. സോ പെർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ CPM എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെയാണ് നമ്മൾ CPM യൂസ് ചെയ്യുന്നത്. അതേസമയം കുറെ എന്താ പറയാ ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട്സിൽ യൂസ് ചെയ്യുന്നത് പെർട്ടാണ്. അതും ഒരു എക്സാമിന് വന്ന ചോദ്യമാണ്. അതിൻ്റെ അകത്ത് എന്താ പറയാ ലാർജ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് മോഡൽസ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ടൂൾ ഏതാണെന്നായിരുന്നു ചോദ്യം. സോ അതിന്റെ അകത്ത് വരുന്ന ഉത്തരം എന്ന് പറയുന്ന പെർട്ടാണ്. ഇപ്പൊ CPM ഒക്കെ അതിന്റെ ഓപ്ഷനിലുണ്ട്, പെർട്ടാണെന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. So it was developed by the US Navy's Special Project Office in 1957. So അത് ഡെവലപ്പ് ചെയ്ത 1957 to support the US Navy's Polaris nuclear submarine project. ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിച്ചു കണ്ടിട്ടില്ല. Then initially PERT stood for Program Evaluation Research Task. So മുമ്പ് അറിഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, കാരണം നിങ്ങൾ എക്സാമിന് തെറ്റിക്കും. സോ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതാണ് നമുക്ക് വേണ്ടത്, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്നുള്ളൊരു കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് നോക്കണ്ട. Okay. Now, in critical path method, the time estimates are assumed to be known with a certainty. അല്ലെ, നമുക്ക് കൃത്യമായി അറിയാം എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും എന്ന് കൃത്യമായിട്ട് നമുക്ക് CPM-ൽ അറിയാൻ പറ്റും. പക്ഷേ പെർട്ടിൽ നമുക്കത് അറിയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, certain project like research and development, so R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൊക്കെ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളും മറ്റൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. ചില ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് ചിലപ്പോൾ ഫെയിൽ ആയി പോകും. അത് ഫെയിൽ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് വേറൊരു പ്ലാനിലോട്ട് പോകേണ്ടി വരും. സോ R&Dയിലൊന്നും ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ CPM യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണ്. സോ പെർട്ട് ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്.
new product introductions, it's difficult to estimate the time for various activities. Now, hence, PERT is used in such projects with a probabilistic method. So, അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് പെർട്ട് ആണ്. യൂസിങ് 3 ടൈം എസ്റ്റിമേറ്റ്. ഈ 3 എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. 3 ടൈം എസ്റ്റിമേറ്റുകളാണ് ചോദിക്കുന്നത്. ഐ മീൻ നമുക്ക് ടൈം എസ്റ്റിമേറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? PERT എന്ന് പറയുന്നത് അനാലിസിസ് നടത്താൻ വേണ്ടി, ഫോർ ആക്ടിവിറ്റി റാദർ സിംഗിൾ എസ്റ്റിമേറ്റ്. സോ സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് നമ്മൾ CPM ലാണ് യൂസ് ചെയ്യുന്നത്. കാരണം കൃത്യമായി അറിയാം നമുക്ക് എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും, എത്ര നേരം കൊണ്ട് തീരും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം PERT നമുക്കൊരു 3 ടൈം എസ്റ്റിമേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തുവെക്കാം. സോ ദ പ്രോജക്ട് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ahead of the schedule, then the time required for the least one of the critical activity must be reduced. അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ എന്താ പറയാ, നമ്മളെ പ്രോജക്റ്റ് അസൈൻ ചെയ്ത് തന്ന ആൾ നമ്മളോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ലെ, ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റികളെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റികളിൽ ഓരോ ആക്ടിവിറ്റിയും മിനിമം ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു hourly ബേസ് ആണെങ്കിൽ ആ ഒരു ടൈം കുറയ്ക്കാൻ ശ്രമിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്ട് ക്രാഷിംഗ് യൂസ് ചെയ്യാം. അതാണ് റിസോഴ്സസ് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ മാൻ പവർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആ ടാസ്കുകളെ റീഷെഡ്യൂൾ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ടൈം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്തിന്റെ ടൈം കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള പ്രോജക്ട് കംപ്ലീഷൻ ടൈമും കുറയും. സോ ഫർദർ എനി ഡിലേ ഇൻ കംപ്ലീറ്റിംഗ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് വിൽ ഇൻക്രീസ് ദ പ്രോജക്ട് ഡ്യൂറേഷൻ. സോ അതിനെ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ അല്ലേ, എന്തെങ്കിലും ഒരു ഡിലേ ഈ പറഞ്ഞ നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്ട് ഡ്യൂറേഷൻ എന്തായാലും കൂടും. ദ ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് ലൈ ഓൺ ദ ക്രിട്ടിക്കൽ പാത്ത് ഈസ് കോൾഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ ആ ഡയഗ്രാമിൽ കണ്ടായിരുന്നു, വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടായിരുന്നു. സോ ക്രിട്ടിക്കൽ പാത്തിൽ വരാത്ത ആക്ടിവിറ്റികളെ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് കൂടി പറയുന്ന ഓർത്തു വെക്കുക. സോ ദീസ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മേ ഹാവ് സം സ്ലാക്ക് ടൈം. സോ സ്ലാക്ക് ടൈം എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ ഉണ്ട്. എന്താണ് സ്ലാക്ക് ടൈം എന്ന് നമുക്ക് നോക്കാം. സോ ഈ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ, 16 ഡേയ്സ് എടുക്കും ഒരു പ്രോജക്റ്റ് തീരാൻ വേണ്ടി. അതേസമയം പ്രോജക്റ്റിൽ ആ ഒരു ക്രിട്ടിക്കൽ പാത്തിൽ എടുക്കുന്ന ടൈം 16 ഡേയ്സ് ആണ്. അതേസമയം വേറെയും പല പാത്തുകൾ നമ്മൾ കണ്ടു, 14 ഡേയ്സ് ഒക്കെ കണ്ടു. സോ അവന് 14 ഡേയ്സ് കൊണ്ട് അത് തീർത്താൽ മതി, പക്ഷേ 16 ഡേയ്സിലെ ഫുൾ പ്രോജക്റ്റ് തീരും. അപ്പൊ ഇവനൊരു സ്ലാക്ക് ടൈം എന്ന് പറഞ്ഞൊരു 2 ഡേയ്സ് അവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ 10 ഡേയ്സിൽ തീരുന്നതാണെങ്കിൽ അവന് എന്താ പറയാ 6 ഡേയ്സ് സ്ലാക്ക് ടൈം ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ സ്ലാക്ക് ടൈം എന്ന് പറയാം. ഓക്കെ, നൗ ടൈം എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു 3 ടൈം എസ്റ്റിമേറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് PERT has defined 4 types of time required to accomplish an activity. See, exam point of view 3 എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല, ഇതിനകത്ത് എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ടൈം എസ്റ്റിമേറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ 3 ടൈം എസ്റ്റിമേറ്റുകളാണ്. അപ്പം PERT യൂസ് ചെയ്യുന്നത് 3 ടൈം എസ്റ്റിമേറ്റ് ആണെന്ന് ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ 4മത്തെ ടൈം എസ്റ്റിമേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ എക്സ്പെക്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ 3 ടൈം എസ്റ്റിമേറ്റുകൾ യൂസ് ചെയ്യുന്നത്. സോ അതിൽ ആദ്യത്തത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയും, TO എന്നാണ് മാർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ടൈം ഇൻ വിച്ച് ദ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ്. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഷോർട്ടസ്റ്റ് ടൈമിനെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ TO വെച്ചാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. TO, ഓക്കെ. ദെൻ മോസ്റ്റ് ലൈക്ലി ടൈം, ഇറ്റ് ഈസ് ദ പ്രോബബിൾ ടൈം റിക്വയർഡ് ടു പെർഫോം ദി ആക്ടിവിറ്റി. ഒരു പ്രോബബിലിറ്റി അല്ലെ, ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മളൊരു ആക്ടിവിറ്റി എങ്ങനെ തീർക്കാം, അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ടൈം, അതിനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് T_M എന്നാണ്. നോ, അത് കഴിഞ്ഞിട്ട് പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട്. സോ ദ ലോങ്സ്റ്റ് എസ്റ്റിമേറ്റഡ് ടൈം റിക്വയർഡ് ടു പെർഫോം ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര അധികം ടൈം എടുക്കാം, അല്ലെങ്കിൽ എത്ര ടൈം മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയാം. സോ ഈ 3 ടൈം എസ്റ്റിമേറ്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം, എക്സ്പെക്ടഡ് ടൈം എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന് ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷനും പലതവണ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവന്മാർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ടൈം ഈക്വൽ ടു ഈ 4നെ എടുത്ത് മാറ്റിക്കളയും കേട്ടോ. ഈ 4നെ ചിലപ്പോൾ എടുത്ത് ഇതിന്റെ കൂടെ ഇടും, എന്നിട്ട് TOനെ എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ മാറ്റിയിടും. സോ അങ്ങനെയൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇടാനാണ്. അപ്പൊ അത് ഈ ഓരോ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഒപ്റ്റിമിസ്റ്റിക് ടൈം ആദ്യം പഠിച്ചു വെക്കുക, അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് ലൈക്ലി ടൈം പഠിച്ചു വെക്കുക, അതിന് പെസിമിസ്റ്റിക് ടൈം പഠിച്ചു വെക്കുക. അപ്പൊ ഇക്വേഷൻ നമുക്ക് തെറ്റില്ല. അപ്പൊ T ഈക്വൽ ടു TO പ്ലസ് 4TM. ഇവിടെ ഒരു 4 വരുന്നുണ്ട്, ഓർത്ത് വെക്കുക. TO പ്ലസ് 4TM പ്ലസ് TP ദ ഹോൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒപ്റ്റിമിസ്റ്റിക് ടൈം ഉണ്ട്, മോസ്റ്റ് ലൈക്ലി ടൈം ഉണ്ട്, പെസിമിസ്റ്റിക് ടൈം ഉണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ടൈമാണ്, ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഷോർട്ടസ്റ്റ് ടൈമാണ്. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രോബബിലിറ്റി നമുക്കറിയായിരിക്കും എത്ര മേ ബി നമുക്ക് ഒരു പ്രോബബിലിറ്റി പല കാര്യങ്ങളിലും നമ്മൾ പ്രോബബിലിറ്റി പറയാറുണ്ട്. സോ ഇത്ര പ്രോബബിൾ ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം, അതിനാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. അതിന് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് മാക്സിമം എത്ര ടൈം എടുത്ത് നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടൈം 3 ടൈം എസ്റ്റിമേറ്റുകൾ വെച്ചിട്ട് T0 + 4Tm + 4Tp ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ടഡ് ടൈം കിട്ടും. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അതും ഇമ്പോർട്ടന്റ് ആണ്. നോ, നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ, സ്ലാക്ക് ടൈം. സ്ലാക്ക് ടൈം എന്താണ്? എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടൈമിനെയാണ് സ്ലാക്ക് ടൈം എന്ന് പറയാം. എമൗണ്ട് ഓഫ് ടൈം എ ടാസ്ക് ഓർ പ്രോജക്ട് ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് അഫക്ടിങ് ദ പ്രോജക്ട് കംപ്ലീഷൻ. സോ ആ ഒരു പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടോട്ടലി നേരത്തെ 16 ഡേയ്സ് കണ്ടു. ആ 16 ഡേയ്സിന് ഡിലേ വരാതെ നമുക്ക് വേറെ ചില ആക്ടിവിറ്റികൾ നമുക്ക് ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരിക്കലും പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കുന്നില്ല. ഇറ്റ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ട്. അപ്പൊ സ്ലാക്ക് ടൈമിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഫ്ലോട്ട് എന്ന് പറയും. ഓക്കെ, ഫ്ലോട്ട് എന്ന് ഒരു പേര് കൂടി സ്ലാക്ക് ടൈമിനുണ്ടെന്ന് ഓർത്ത് നോക്കുക. Is calculated by subtracting the earliest start day from the latest start day. It's automatically calculated into a project when tasks are scheduled. സോ അതെന്താ, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ സ്ലാക്ക് ടൈമിന്റെ എക്സാമ്പിൾ, ഒരു വ്യക്തി നീഡ്സ് ടു ഫിനിഷ് എ ടാസ്ക് ആസ് പാർട്ട് ഓഫ് എ പ്രൊജക്ട് ആൻഡ് ഷീ മേ സ്റ്റാർട്ട് നൗ ഓർ വെയിറ്റ് ഫോർ ഫ്യൂ വീക്സ് ലേറ്റർ. The estimate time to finish the task is 5 weeks. ഒരാൾക്കൊരു വ്യക്തിക്ക് ഒരു പണി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, എസ്റ്റിമേറ്റഡ് ടൈം എന്ന് പറയുന്നത് 5 വീക്സ് ആണ്. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 7 വീക്കാണ്. 7 വീക്ക് അവരുടെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ എസ്റ്റിമേറ്റഡ് ടൈം, ഒരു ജോലി ചെയ്യാനുള്ള സമയം മാക്സിമം അവരുടെ എഫിഷ്യൻസിയിൽ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ആഴ്ച കൊണ്ട് അവർക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷെ അവരുടെ കയ്യിൽ 7 ആഴ്ച ഉണ്ട്. സോ ദിസ് എക്സാമ്പിൾ ഷോസ് ദാറ്റ് 7 വീക്സ് ഡെഡ് ലൈൻ, ഇറ്റ് നീഡ്സ് 5 വീക്സ് ടു വർക്ക് ഓൺ ദ ടാസ്ക്. സോ ദാറ്റ് 7 - 5 ചെയ്യുമ്പോൾ 2 വീക്സ് എന്താ പറയാ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടുണ്ട് അല്ലെ. ഈ 2 വീക്സ് എന്ന് പറയുന്നത് ഇപ്പൊ 2 ആഴ്ച വൈകിട്ടാണ് അവർ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. 2 ആഴ്ച വൈകി കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് 5 ആഴ്ച കൊണ്ട് അത് തീർക്കാൻ പറ്റും. സോ അതിനാണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആദ്യത്തെ വീക്കിൽ തന്നെ 0 വീക്കിൽ തന്നെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. സോ അതിനെ ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, calculated by subtracting the earliest start date from the latest start date. It's automatically calculated. Okay, fine. സോ അതിൻ്റെ അകത്ത് ആ പറയുന്നതാണ് നമ്മുടെ ആ പറഞ്ഞ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ഡേറ്റ് അല്ലെ, ഈസ് നൗ 0 which is 0 weeks അല്ലെ. നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാം. 7 വീക്സ് കയ്യിലുണ്ട്, 5 ആഴ്ച കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് ആദ്യമേ വേണമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വേണമെങ്കിലും തുടങ്ങാം. കാരണം നമുക്കറിയാം 5 ആഴ്ച കൊണ്ട് അത് ചെയ്ത് തീരും. സോ അത് പറയുന്നതന്നെയാണ്. അതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 - 0 2 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ദാറ്റ് ഇസ് സ്ലാക്ക് ടൈം ഇസ് ദാറ്റ്ഫോർ 2 വീക്സ്. 2 വീക്സ് ആണ് നമ്മുടെ സ്ലാക്ക് ടൈം എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ പെർട്ടിലും ഈ പറഞ്ഞ നേരത്തെ CPM കണ്ടതുപോലെ ഇവന്റും ഉണ്ട്. ഈ പറഞ്ഞ പ്രൊഡ്യൂസർ ഇവന്റ്, സക്സസർ ഇവന്റും കാര്യങ്ങളും ഒക്കെ ഈ നമ്മുടെ പെർട്ടിലും ഉണ്ട്. സോ പെർട്ടിലെ ഇവന്റ് എന്ന പോയിന്റ് ദാറ്റ് മാർക്സ് ദ സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് 1 or more ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് കൺസ്യൂംസ് നോ ടൈം ആൻഡ് യൂസസ് നോ റിസോഴ്സസ്. സോ ഇതിലെ ഈവന്റും ഇതുപോലെ തന്നെയാണ്. ഒരു വട്ടം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വട്ടത്തിനകത്ത് എന്താ കാര്യം എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ അത് ഈ പറഞ്ഞ പോലെ ടൈമോ ഈ പറഞ്ഞ പോലെ റിസോഴ്സസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPM പറഞ്ഞ പോലെ തന്നെയാണ്. സിമിലാരിറ്റീസ് രണ്ടിനും ഒരുപാടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് CPM സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണ്, പേർട്ടില് 3 ടൈം എസ്റ്റിമേറ്റ് ആണ്. നമുക്ക് ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണ് പേർട്ട് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കാം. ഇനി പ്രെഡിസസർ ഇവന്റ്, ആൻ ഇവന്റ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് സം അതർ ഇവന്റ് വിത്തൗട്ട് എനി അതർ ഇവന്റ്സ് ഇന്റർവെന്റിങ്. ഓക്കെ, ഞാനൊരു ഫിഗർ കാണിച്ചാൽ ആ ഫിഗർ ഒന്ന് മനസ്സിലാവും എന്താണ് പ്രെഡിസസർ ഇവന്റ് അതും സക്സസർ ഇവന്റ് അല്ലെ. ഒരു 2 ഇവന്റ്സ് ഉണ്ടാവും. ഇവിടെ ഒരു ഇവന്റ് ഉണ്ടാവും, ഇവിടെ ഒരു ഇവന്റ് ഉണ്ടാവും, ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. സോ അതിൽ പ്രെഡിസസർ ഇവന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇവന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് സക്സസർ ഇവന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇവന്റ് ആണ്. അത്രേ ഉള്ളൂ. ആൻ ഇവന്റ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോസ് സം അതർ ഇവന്റ് വിത്തൗട്ട് എനി അതർ ഇന്റർവെന്റിങ് ഇവന്റ്. സോ വേറെ ഇവന്റുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇവന്റ് കഴിഞ്ഞ ശേഷം തുടങ്ങുന്നതിനെയാണ് സക്സസർ ഇവന്റ് എന്ന് പറയുക. സോ ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. പ്രൊസീഡിയൻസ് നെറ്റ്വർക്ക് ഡയഗ്രാം, നമ്മുടെ പെർട്ടിന്റെ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാൻ പറ്റും. സോ അത് നമ്മൾ ആദ്യം കണ്ടല്ലേ, ആക്ടിവിറ്റി നോഡ് നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ റിലേഷൻഷിപ്പ് ആരോ, ഒന്നിന് എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരോ ആണ്, ആക്ടിവിറ്റി ആണ് അവിടെ ഉള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് പല ആക്ടിവിറ്റീസ് ചെയ്തു വരുന്ന നോട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആരോ ടെയിൽ ഈസ് ഓൺ ദി പ്രെഡിസസർ ആക്ടിവിറ്റി. സോ പ്രെഡിസസർ ആക്ടിവിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ സക്സസർ ആക്ടിവിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ കണ്ട് ഈ വരച്ച അതേ സാധനം തന്നെയാണ്. പെർട്ടിന്റെ ആക്ടിവിറ്റി എന്താണ്? ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ ടാസ്ക് വിച്ച് കൺസ്യൂംസ് ടൈം ആൻഡ് റിക്വയർസ് റിസോഴ്സസ് സച്ച് ആസ് ലേബർ, മെറ്റീരിയൽ, സ്പേസ് ആൻഡ് മെഷീൻ. നേരത്തെ CPM പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ എന്തായാലും ശരി ലേബർ, മെറ്റീരിയൽസ്, സ്പേസ്, മെഷീനറി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചിലവായി പോകും. അതിനെയാണ് പെർട്ട് ആക്ടിവിറ്റി എന്ന് പറയാം. പിന്നെ പെർട്ടിന് വേണമെങ്കിൽ സബ് ആക്ടിവിറ്റി ഉണ്ട്.
can be further decomposed into set of sub activities. For example, activity A1 can be decomposed to 1, 2, 3. A1.2, A1.2 and A1.3. അങ്ങനെ 3 ആക്ടിവിറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റികളെ സബ് ആക്ടിവിറ്റികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പെട്ടിന്റെ ആക്ടിവിറ്റിയിൽ ഈ പറഞ്ഞ എന്താ പറയാ റിസോഴ്സുകളൊക്കെ ചെലവായി പോകും, ഈ പറഞ്ഞ ലേബർ, മെറ്റീരിയൽ, സ്പേസ്, മെഷീനറി, അതുപോലത്തെ കാര്യങ്ങൾ. ദെൻ ഫ്ലോട്ടിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ. ഫ്ലോട്ട് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് എക്സസ് ടൈം ആൻഡ് റിസോഴ്സസ് അവൈലബിൾ ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് ടൈം നമ്മുടെ കയ്യിൽ എത്രയുണ്ട് എന്നുള്ളതിനാണ് ഫ്ലോട്ട് എന്ന് പറയാം. എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് എ പ്രോജക്ട് ടാസ്ക് ക്യാൻ ബി ഡിലേഡ് വിതൗട്ട് കോസിംഗ് ഡിലേ ഇൻ എനി സബ്സിക്വന്റ് ടാസ്ക് ഓർ ദ ഹോൾ പ്രോജക്ട്. അതായത് ടോട്ടൽ ആയിട്ട് ഉള്ള പ്രൊജക്ട് എന്താ പറയാ ഒരു ഡിലേയും വരാതെ ഏതെങ്കിലും ചില ആക്ടിവിറ്റികൾ നമുക്ക് ഡിലേ ആക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയാം. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. സോ അതിന്റെ അകത്ത് പോസിറ്റീവ് സ്ലാക്ക് എന്നൊരു കാര്യമുണ്ട് കേട്ടോ. വുഡ് ഇൻഡിക്കേറ്റ് എഹെഡ് ഓഫ് ഷെഡ്യൂൾ. സോ ഒരു ഷെഡ്യൂൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ ഷെഡ്യൂളിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് സ്ലാക്ക് എന്ന് പറയും. പിന്നെ നെഗറ്റീവ് സ്ലാക്ക് എന്ന് പറഞ്ഞാൽ വുഡ് ഇൻഡിക്കേറ്റ് ബിഹൈൻഡ് ഷെഡ്യൂൾ. ഇപ്പൊ ഷെഡ്യൂൾ ഇപ്പം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് സ്ലാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് സീറോ സ്ലാക്ക് വുഡ് ഇൻഡിക്കേറ്റ് ഓൺ ഷെഡ്യൂൾ. കൃത്യമായ ഷെഡ്യൂൾ പാലിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സീറോ സ്ലാക്ക് എന്ന് പറയും. അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദെൻ ക്രിട്ടിക്കൽ പാത്ത് നേരത്തെ പറഞ്ഞ പോലെ ലോങ്സ്റ്റ് പോസിബിൾ കണ്ടിന്യൂസ് പാത്വേ ടേക്കൻ ഫ്രം ദ ഇനീഷ്യൽ ഇവന്റ് ടു ദി ടെർമിനൽ ഇവന്റ്. It determines the total calendar time required for the project, and therefore any time delays along the critical path will delay and the reaching the terminal event by the least same amount. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെയും ക്രിട്ടിക്കൽ പാത്തിനെ കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളതാണ് ഈ ക്രിട്ടിക്കൽ പാത്തിലുള്ളത്. ഓക്കെ, ഈ പെട്ടിലെ സ്റ്റെപ്പുകൾ എന്താണ്, സ്പെസിഫിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസ് എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക, ഏത് തുടങ്ങിയിട്ട് ഏത് അവസാനിക്കണം അത് ഉള്ള കാര്യങ്ങൾ. ദെൻ നെറ്റ്വർക്ക് ഡയഗ്രാം, പോർട്ടിന്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നു. ദെൻ എസ്റ്റിമേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിക്കും എത്ര ടൈം എടുക്കും എന്ന് നമ്മൾ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ആ ക്രിട്ടിക്കൽ പാത്തിന്റെ ടൈം, നമുക്ക് പ്രോജക്ട് കംപ്ലീഷൻ ടൈമും ഡ്യൂറേഷനും ഒക്കെ ഉണ്ടാവും. ആ ഡ്യൂറേഷന്റെ ഉള്ളിൽ അത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ പാത്തിലെ ടൈം നമ്മൾ കുറയ്ക്കേണ്ടി വരും. സോ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ കൂടുതൽ റിസോഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്വൻസ് മാറ്റിക്കൊണ്ടോ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കൽ പാത്തിന്റെ ടൈം കുറയ്ക്കാൻ പറ്റും. സോ അപ്ഡേറ്റ് ദ പേർട്ട് ചാർട്ട്, അതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പേർട്ട് ചാർട്ടിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റാർട്ടും കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ഫിനിഷും കാണാൻ പറ്റും. സോ അതിന്റെ അടിയിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ട്. ടാസ്ക് 1 4 days എടുത്തു, ടാസ്ക് 2 2 days എടുത്തു, ഇത് 3 days എടുത്തു. സോ ലൈക്ക് വൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ടാസ്കുകൾ ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. സോ നമുക്ക് ഇതിന്റെ അകത്ത് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ഡേയ്സ് എടുക്കുന്ന ഏതാണ്. സോ അതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്തും അതിന്റെ ആക്ടിവിറ്റികളായിരിക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. സോ അതിനെ നമ്മുടെ എന്താ പറയാ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട്, കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ റിസോഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ടൈം ഒക്കെ വേണമെങ്കിൽ കുറച്ചെടുക്കാൻ പറ്റും. നോ, മെയിൻ ആയിട്ടുള്ള പേർട്ടിന്റെ CPM-ന്റെയും ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ CPM എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഡിറ്റർമിനിസ്റ്റിക് ടൈം ആണ് അല്ലെ. നമുക്കറിയാൻ പറ്റും എപ്പോ തുടങ്ങും എപ്പോ അവസാനിക്കും എന്നുള്ള കാര്യം എന്നൊക്കെ. അതേസമയം പെട്ടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോബബിലിസ്റ്റിക് ടൈം ആണ്. എപ്പോ തീരും എപ്പോ അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഒരു പ്രോബബിലിറ്റിയാണ്, ഇത്ര സമയം കൊണ്ട് തീരാം എന്ന് നമുക്ക് എന്താ പറയുക ഒരു ഊഹിച്ചെടുക്കേണ്ടി വരും. സോ അതിനാണ് പ്രോബബിലിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡിറ്റർമിനിസ്റ്റിക് ടൈം എന്നും പ്രോബബിലിസ്റ്റിക് ടൈം എന്നും ഉള്ള രണ്ട് വാക്കുകൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ CPM is useful for repetitive and non-complex projects with a certain degree of time estimate. അപ്പൊ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ടൈം എസ്റ്റിമേറ്റ് ഉണ്ട്. അത്ര കോംപ്ലക്സ് അല്ലാത്ത പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CPM യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ടൈം എസ്റ്റിമേറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. PERT is useful for non-repetitive and complex projects with uncertain time estimate. ഇവിടെ certain time estimate ആണെങ്കിൽ ഇവിടെ uncertain time estimate ആണ്. അതുകൊണ്ടാണ് പ്രോബബിലിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആണ് നമ്മൾ പെർട്ട് യൂസ് ചെയ്യുന്നത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. പെർട്ട് എവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ CPM ഇൻക്ലൂഡ്സ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ്. വേറൊന്നുമല്ല, ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം, അതിന്റെ റിസോഴ്സസ്, കോസ്റ്റ് അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് CPM-ൽ മനസ്സിലാക്കാൻ പറ്റും. അതേസമയം പെർട്ടിൽ റെസ്ട്രിക്റ്റഡ് ടു ടൈം വേരിയബിൾ ഒള്ളി. കൃത്യമായിട്ടുള്ള പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ടൈം മാത്രമേ നമുക്ക് പെട്ടിൽ പറയാൻ പറ്റൂ. ഇപ്പൊ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് തുടങ്ങി ഇപ്പൊ ഒരു സംഭവം ഫെയിൽ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസ് ആണ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അടുത്ത ഒരു പ്ലാൻ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. സോ അവിടെ നമുക്ക് ഈ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് ഈ പറഞ്ഞ പെട്ടിൽ നടക്കില്ല, അത് CPM-ൽ മാത്രം നടക്കും.
ദെൻ CPM ഫോർ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. പിന്നെ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് CPM യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദെൻ PERT നമ്മൾ യൂസ് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലത്തെ കാര്യങ്ങളിലും മറ്റുമൊക്കെയാണ്, സയന്റിഫിക് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ PERT യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. മാറി മാറി ചോദിച്ചിട്ടുണ്ട്. CPM PERT നെ കുറിച്ച് മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇനി പ്രൊജക്ട് ഫോർമുലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് ഒരു പ്രൊജക്ട് ഫോർമുലേഷൻ? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ആദ്യം എന്താ ചെയ്യുന്നത്? ടേക്ക് എ ഫസ്റ്റ് ലുക്ക് ഓഫ് കെയർഫുള്ളി ആൻഡ് ക്രിട്ടിക്കലി അറ്റ് എ പ്രൊജക്ട് ഐഡിയ. പ്രൊജക്ട് ഐഡിയ നമുക്ക് ആദ്യം ഉണ്ടാവും. സോ ആ ഐഡിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കെയർഫുള്ളി വെയിങ് ഇറ്റ്സ് വേരിയസ് കോമ്പണന്റ്സ്. നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അല്ലെ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് മറ്റൊക്കെ ചെയ്യേണ്ടി വരും. ദെൻ അനലൈസിങ് ദ അസിസ്റ്റൻസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓർ കൺസൾട്ടൻസ്. അപ്പൊ അതുമായിട്ട് കൂടുതൽ എന്താ പറയാ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുമായിട്ട് ഉള്ള അസിസ്റ്റൻസ് നമുക്ക് ചോദിക്കേണ്ടി വരും. അസസ്മെന്റ് ഓഫ് വേരിയസ് അസ്പെക്ട്സ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസിഷൻ. ദെൻ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഇൻ ദ പ്രീ ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. ഒരു പ്രോജക്ട് ഫോർമുലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ അതിൽ പ്രൊജക്ട് ഫോർമുലേഷനിൽ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതിൽ ആദ്യമാണ് ഫീസിബിലിറ്റി അനാലിസിസ്, നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ടെക്നോ എക്കണോമിക് അനാലിസിസ്, കയ്യില് അല്ലെ കാശ് കാര്യങ്ങൾ, പിന്നെ ടെക്നോളജി അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രോജക്ട് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസിലാണ് PERT CPM ഒക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് അനാലിസിസ്, പറഞ്ഞ റോ മെറ്റീരിയൽസിന്റെ ഇൻപുട്ട്. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ അനാലിസിസ്, നമുക്ക് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ കോസ്റ്റ് ബെനിഫിറ്റ്, എന്തെങ്കിലും ലാഭം ഉണ്ടാവും ഇല്ല എന്നുള്ള കാര്യം. പിന്നെ പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അതുപോലത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫീസിബിലിറ്റി ഞാൻ പറഞ്ഞു, ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ആക്ച്വലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അത് ഫീസിബിൾ ആണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. സോ അതിനാണ് നമ്മൾ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊജക്ട് ഫോർമുലേഷൻ ആണ്. എക്സാമിനേഷൻ സി വെദർ ടു ഗോ ഫോർ എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ഓർ നോട്ട്. അതുമായി മുന്നോട്ട് പോകണോ വേണ്ടി എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. സ്ക്രീനിങ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവും. സോ അതിനൊക്കെ സ്ക്രീൻ ചെയ്ത് നോക്കി ഇത് നടക്കൂ ഇല്ലേ. സോ അതിന്റെ കൺക്ലൂഷൻ എന്തൊക്കെ ആവാം. ദ പ്രോജക്ട് ഐഡിയ സീംസ് ടു ബി ഫീസിബിൾ. യെസ്, നടത്താൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. പ്രൊജക്ട് ഐഡിയ ഇസ് നോട്ട് ഫീസിബിൾ വൺ. സോ ഇതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് ഫീസിബിൾ അല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കും. ദെൻ അൺഎബിൾ ടു അറൈവ് അറ്റ് കൺക്ലൂഷൻ ഫോർ വാണ്ട് ഓഫ് ഇൻഅഡക്വേറ്റ് ഓർ അഡക്വേറ്റ് ഡേറ്റ. നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്കില്ല. ആ ഡേറ്റ ഇല്ലാത്തത് കൊണ്ട് ഇത് ഫീസിബിൾ ആണോ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലോട്ട് നമുക്ക് എത്താം. അതിനാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയാം. ദെൻ ടെക്നോ എക്കണോമിക് അനാലിസിസ് എന്താണ്? സ്ക്രീൻസ് ഐഡിയ ടു എസ്റ്റിമേറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ദി ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൊജക്ട് ചെയ്യുന്നത് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കുകയാണ്. സോ അതിന് മുമ്പേ നമ്മൾ കൃത്യമായിട്ട് ആ ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലേ, അതിന്റെ സർവീസുകൾ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. ചോയ്സ് ഓഫ് ഒപ്റ്റിമൽ ടെക്നോളജി. ആ ഒരു സാധനം മാനുഫാക്ചർ ചെയ്തെടുക്കണമെങ്കിൽ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി കയ്യിലുണ്ടോ ഇല്ലേ. ദിസ് അനാലിസിസ് ഗീവ്സ് ദ പ്രോജക്ട് എ പ്ലാറ്റ്ഫോം ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽ പ്രോജക്ട് ഡിസൈൻ. സോ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോജക്ട് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞ പ്രോജക്ട് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ പറഞ്ഞ PERT CPM ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ പ്രോജക്ട് ഡിസൈനിൽ എന്താണ്? ഹാർട്ട് ഓഫ് ദ പ്രോജക്ട് എന്റിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? മെയിൻ ആയിട്ടാണ് പ്രോജക്ട് ഡിസൈൻ. ഇറ്റ് ഡിഫൈൻസ് ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഓഫ് ദി പ്രോജക്ട്. സോ ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇവന്റുകൾ എങ്ങനെയാണ് സീക്വൻസ് ചെയ്തിരിക്കുന്നത്, ആദ്യം ഏത് തുടങ്ങണം, പിന്നെ എന്താ വരണം, അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ടൈം ഈസ് അലോക്കേറ്റഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. സോ ഓരോ ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് ഓരോ ടൈം ഉണ്ടാവും. അത് നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസ് വഴി മനസ്സിലാവും. ഇറ്റ് ഈസ് പ്രസന്റഡ് ഇൻ ദ ഫോം ഓഫ് നെറ്റ്വർക്ക് ഡ്രോയിങ് പറഞ്ഞു നമ്മൾ. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പ്രോജക്ട് ഇൻപുട്ട്, ഫിനാൻസ് നീഡ്സ് ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് പ്രൊഫൈൽ ഓഫ് ദി പ്രൊജക്ട്. സോ അതിന്റെ അകത്ത് കൃത്യമായിട്ട് ഇത്ര ഡേയ്സ് എടുക്കും, ഇത്ര ടൈം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര കോസ്റ്റ് എത്ര വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഐഡിയ കിട്ടുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. It assets the input requirement during the construction and operation of the project, defines the input required for each activity. Inputs include materials, human resources, etc. Evaluates feasibility of the project from the point of view and availability of necessary resources. ഈ പറഞ്ഞ ഇൻപുട്ട് അനാലിസിസിന്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി, ഹ്യൂമൻ റിസോഴ്സസ്, കൃത്യമായിട്ട് ആ ജോലി എടുക്കാനുള്ള ആൾക്കാരുടെ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ മെഷീനറീസ് നമ്മൾ യൂസ് ചെയ്യാം. സോ അതൊക്കെ നമ്മുടെ ഇൻപുട്ട് അനാലിസിസിൽ വരും. ദിസ് എയ്ഡ്സ് ഇൻ അസസിങ് ദ പ്രോജക്ട് കോസ്റ്റ്. സോ അത് വെച്ചിട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ ഫിനാൻഷ്യൽ അനാലിസിസ്, പ്രോജക്റ്റിന്റെ കോസ്റ്റ് നമുക്ക് മനസ്സിലായി, അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയും ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ പ്രോജക്ട് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഫണ്ട് റിക്വയർമെന്റ്സ്, helps in comparing various project proposals on common scale, and analytical tools are discounted cash flows, cost volume profit relationship and ratio analysis. ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിൻ്റെ അതെന്താ ഒരു വാല്യുവേഷൻ മെത്തേഡാണ് അല്ലെ. എന്താ പറയുന്ന ഒരു എന്താ പറയാ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്തായിരിക്കും എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ ചെലവുകൾ എന്തൊക്കെയായിരിക്കും, എക്സ്പെക്ടഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എങ്ങനെയൊക്കെ ആയിരിക്കും. സപ്പോസ് ഞാനൊരു 1 lakh അല്ലെങ്കിൽ 2 lakh ഞാൻ ഇറക്കി, ഈ ഇത്ര കൊല്ലം കൊണ്ട് എനിക്ക് എത്ര റിട്ടേൺ കിട്ടും, അതിന് ഞാൻ എത്ര കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ലാഭത്തിലോട്ട് പോകാം, അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുക. ദെൻ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചെലവായി പോയി, എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, സോ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൻഡ് റേഷ്യോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ് വേറൊന്നുമല്ല, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ കൊല്ലം അല്ലെങ്കിൽ ഓരോ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കാൻ പറ്റും, അതിന് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ്റും. അത് രണ്ടും കമ്പയർ ചെയ്താണ് നമ്മൾ റേഷ്യോ അനാലിസിസ് നടത്തുക. Then investment decisions involve commitment of resources in future with a long time horizon. It needs caution and foresight in developing financial forecast. So forecasting എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. സോ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗും നമ്മൾ നടത്തേണ്ടി വരും. ദെൻ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അല്ലെ, കയ്യിൽ നിന്ന് എത്ര ചെലവായി പോകുന്നു, എത്ര നമ്മുടെ കയ്യിലോട്ട് വരുന്നു, അത് തമ്മിലുള്ള അനാലിസിസ്. നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പുകളാണ്. നമുക്ക് ഇത്രയൊക്കെ ചെലവായി പോകും, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇത്രയൊക്കെ പ്രോഫിറ്റ് കിട്ടാം എന്നുള്ള കാര്യങ്ങൾ. ഓവറോൾ വർത്ത് ഓഫ് ദ പ്രോജക്ട് ഈസ് കൺസിഡേർഡ്, എത്ര ചെലവാകും ഈ പ്രോജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള വർത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. ദ പ്രോജക്ട് ഡിസൈൻ ഫോംസ് ദ ബേസിസ് ഓഫ് വാലുവേഷൻ. ഇറ്റ് കൺസിഡേഴ്സ് കോസ്റ്റ് ദാറ്റ് ഓൾ എൻറ്റിറ്റീസ് ഹാവ് ടു ബിയർ ആൻഡ് ബെനിഫിറ്റ് കണക്റ്റഡ് ടു ഇറ്റ്. സോ അതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് പറയാം. ദെൻ പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. സോ ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകളുടെയും റിസൾട്ടുകൾ നമ്മൾ നോക്കും. The results obtained in previous stages are consolidated to arrive at clear conclusions. So ഈ മുമ്പ് പറഞ്ഞ 6 സ്റ്റെപ്പുകളും കൃത്യമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടി എന്നുള്ളൊരു കാര്യം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ഹെൽപ്പ് ദ പ്രോജക്ട് സ്പോൺസറിംഗ് ബോഡി, പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ബോഡി ആൻഡ് ദ എക്സ്റ്റേണൽ കൺസൾട്ടിംഗ് ഏജൻസീസ് ടു അക്സെപ്റ്റ് റിജക്ട് ദ പ്രൊപ്പോസൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ട് ചെയ്യുന്ന വേറൊരാളെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സാധനങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ 6 സ്റ്റെപ്പുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കി ഫീസിബിൾ ആണോ അല്ലേ, ഓക്കെ ആണോ, നമുക്ക് ലാഭത്തിലോട്ട് എത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ 7th സ്റ്റെപ്പ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് നടത്തിക്കൊണ്ട് നമുക്ക് അതിലോട്ട് ഫണ്ട് വേണമെങ്കിൽ ഇട്ട് നമുക്ക് ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാം. സോ അതാണ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയാം. സോ ഈ പ്രീ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക. സോ കൺസൈസ് കോപ്പി ഓഫ് ഡീറ്റെയിൽ അനാലിസിസ് ഡൺ ഫോർ ദി പ്രോജക്റ്റ്. സോ ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകളുടെയും കാര്യങ്ങൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവും. The entrepreneur or expert prepares the report before the investment in project is done. സോ ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. The report assesses the demand for proposed product service, works out cost of investment and profitability on this investment. സോ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായി അതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ടാക്സ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു കൺവിൻസ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ദ പ്രോജക്ട്. സോ ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പ്രോജക്ട് റിപ്പോർട്ട്. അതിന്റെ അകത്ത് ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകളും ഉണ്ടാവും. ഈ 7 സ്റ്റെപ്പുകളും കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകണോ വേണ്ടേ, ഈ പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ള കാര്യം അവർ തീരുമാനമെടുക്കും. ഇനി നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ്. നമ്മൾ മുമ്പൊക്കെ പല ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി വരുന്നത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ടല്ലേ, ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അപ്പൊ എന്താണ്, ഇൻ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് യൂസസ് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ടു അനലൈസ് എ കമ്പനീസ് വാല്യൂ ഓർ പ്രോസ്പെക്ട്സ് ബേസ്ഡ് ഓൺ നോൺ ക്വാണ്ടിഫൈബിൾ ഇൻഫർമേഷൻ. നമുക്ക് കൃത്യമായി അളന്നു നോക്കാൻ പറ്റാത്ത ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആ മാനേജ്മെന്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതെല്ലാം എങ്ങനെ കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പൊ അതിന് വേണ്ടി പല ടെക്നിക്കുകളുണ്ട്. അപ്പൊ ആ ടെക്നിക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായി അളന്ന് നോക്കാൻ പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയാ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആകുമ്പോൾ ഇപ്പൊ ഒരു വർക്കർ ഉണ്ട്, ആ വർക്കർ 5 hours പെർ ഡേ വർക്ക് ചെയ്യുന്നുണ്ട്. 5 hours വർക്ക് ചെയ്യുമ്പോൾ അവൻ ഇത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ
ആ കൃത്യമായിട്ടുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതേസമയം ഈ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സിൽ കൃത്യമായ ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് പല പ്രോസസ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞ് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ക്വാളിറ്റേറ്റീവ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. സോ ആ ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിന്റെ അകത്ത് നോക്കാൻ പോകുന്നത്. അത് നോൺ ക്വാണ്ടിഫയബിൾ ഇൻഫർമേഷൻ ആണ്, നമുക്ക് കൃത്യമായി അളന്നെടുക്കാൻ പറ്റാത്ത ഇൻഫർമേഷൻ ആണ്. സച്ച് ആസ് മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ്, ഇൻഡസ്ട്രി സൈക്കിൾസ്, സ്ട്രെങ്ത് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേബർ റിലേഷൻസ്. അപ്പൊ ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ഇൻഡസ്ട്രി സൈക്കിൾ, സ്ട്രെങ്ത് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D എങ്ങനെയുണ്ട്, ലേബർ റിലേഷൻസ് എങ്ങനെയാണ്. സോ അതൊക്കെയാണ് നോൺ ക്വാണ്ടിഫയബിൾ ഇൻഫർമേഷൻ എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് എ കമ്പനീസ് അൺക്വാണ്ടിഫയബിൾ ആസ്പെക്ട് സച്ച് ആസ് മാനേജ്മെന്റ് സ്റ്റൈൽ ആൻഡ് വർക്കർ ലോയലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ പറയാം. സോ ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ ചില ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് എൻകോംപസസ് എ വൈഡ് റേഞ്ച് ഓഫ് ടെക്നിക്സ് ആൻഡ് മെത്തഡോളജീസ്. സോ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റർവ്യൂസ് നടത്താം, പിന്നെ എത്തനോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത് നറേറ്റീവ് ഓർ ഡിസ്കോഴ്സ് അനാലിസിസ്, ഫോക്കസ് ഗ്രൂപ്പ്സ്, പിന്നെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആർക്കൈവൽ അനാലിസിസ് എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് ഈ ടേമുകളാണ്. കൃത്യമായിട്ട് ഈ ടേമുകൾ ഏതിന്റെ കീഴിൽ വരുന്നു എന്ന് ഓർത്ത് വെക്കുക. ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ കീഴിൽ വരുന്ന ടേമുകളാണ് ഈ പറഞ്ഞ ഈ എത്തനോഗ്രാഫി, നറേറ്റീവ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് അനാലിസിസ്, അല്ലെങ്കിൽ എത്തനോഗ്രാഫിക്ക് വേറൊരു പേര് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നൊക്കെ പറയാം, ഫോക്കസ് ഗ്രൂപ്പ്സ്, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആർക്കൈവൽ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്നതാണെന്ന് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എത്തനോഗ്രാഫി എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണ് എന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പല ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഇന്റർവ്യൂ? അതിന്റെ അകത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ദാറ്റ് റിലൈസ് ഓൺ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഇൻ ഓർഡർ ടു കളക്ട് ഡേറ്റ. അപ്പോ ഇതിന്റെ അകത്തുള്ള ഇന്റർവ്യൂ, അവിടെ നമ്മളൊരു ജോബിന് ഒരു ഇന്റർവ്യൂ ആയിരിക്കും പോകുന്നത്, നമ്മൾ പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിന്റെ അകത്ത് നമ്മൾ ക്വാളിറ്റേറ്റീവ് മാനേജ്മെന്റിലെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമ്മുടെ ഈ സീനിയർ ലെവലിൽ ഇരിക്കുന്ന മാനേജേഴ്സ് ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിരുത്തി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാവാം. എന്താണ് അവരോട് ചില എന്താ പറയാ ഇതിനെ പറയാ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെ കുറിച്ചും അത് റിലേറ്റഡ് വിത്ത് ദെയർ വർക്കും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അതനുസരിച്ചുള്ള റിപ്ലൈ അവരിൽ നിന്ന് കിട്ടും. സോ അത് വെച്ചിട്ട് അവർ അനാലിസിസ് ചെയ്യാൻ പറ്റും, ആ ക്വാളിറ്റി അനാലിസിസ് നടത്താൻ പറ്റും. ഓക്കെ, so asking questions in order to collect data. Interviews involve two or more people, one of whom is the interviewer asking the questions, and they are a form of conversation between the researcher and an interviewee and can be conducted in person via phone, video or via email. So എങ്ങനെ വേണോ ഇതിപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോ ഈ പറഞ്ഞ മാനേജർ വന്ന് സ്വന്തം എംപ്ലോയീസിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു ഇന്റർവ്യൂ വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ കസ്റ്റമേഴ്സിനെ വയ ഈ ഫോൺ ആയാലും ശരി, അല്ലെങ്കിൽ വീഡിയോ കോൾ ആയാലും ശരി, അല്ലെങ്കിൽ ഇമെയിൽ ആയാലും ശരി, അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയും നമുക്ക് ഇന്റർവ്യൂസിന് ഉൾപ്പെടുത്താം. അത് ഈ ക്വാളിറ്റി കൺട്രോളിൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് അതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂസ്. ഓക്കെ, ദാറ്റ് ഈസ് ടോക്കിംഗ് വിത്ത് ദ പീപ്പിൾ ഓർ ദി കൺസ്യൂമേഴ്സ്. അതും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നൗ രണ്ടാമത് വരുന്നതാണ് എത്തനോഗ്രാഫി അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. എന്താണ് എത്തനോഗ്രാഫി? Also known as participant observation is a research method that involves a researcher observing and participating in the activities of a group of people to understand their culture, values and practices. See, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് വേറൊരാൾ ഈ എന്താ പറയാ ഒരാൾ വന്നിട്ട് അവരുടെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, അവരുടെ വർക്ക് കൾച്ചർ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ എന്താ വാല്യൂസ് മനസ്സിലാക്കുന്നുണ്ട്, അവർ ചെയ്യുന്ന പ്രാക്ടീസസ്, ജോലി, അതിന്റെ ടൈമിങ് കാര്യങ്ങൾ, അതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ എത്തനോഗ്രാഫി അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞ് ഈ വർക്കർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ആ കൺസ്യൂമേഴ്സിന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനാണ് എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത് വരുന്നത് നറേറ്റീവ് ഓർ ഡിസ്കോഴ്സ് അനാലിസിസ്. അതെന്താണ്? ബോത്ത് നറേറ്റീവ് അനാലിസിസ് ആൻഡ് ഡിസ്കോഴ്സ് അനാലിസിസ് ആർ qualitative analysis method that can be used to study how people make sense of their experiences and communicate their perspectives. So എന്താണ് ഞാൻ പറഞ്ഞുതരാം. നറേറ്റീവ് അനാലിസിസ് ഇവിടെ ഉണ്ട്, ഡിസ്കോഴ്സ് അനാലിസിസും ഉണ്ട്.
നമുക്ക് അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഹൗ പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ദെയർ എക്സ്പീരിയൻസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദെയർ പെർസ്പെക്റ്റീവ്സ്. ഒരാൾ ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ നറേറ്റീവ് അനാലിസിസ് പറയുന്നത്. സോ അനലൈസിങ് ദ സ്ട്രക്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ, എത്തനോഗ്രാഫി പറഞ്ഞു, ഇന്റർവ്യൂ പറഞ്ഞു. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ നറേറ്റീവ് അനാലിസിസും ഡിസ്കോഴ്സ് അനാലിസിസും വരുന്നത്. സോ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താ, ഈ പറയുന്ന സംസാരിക്കുന്ന ആൾക്കാർ മേക്ക് സെൻസ് ഓഫ് ദെയർ എക്സ്പീരിയൻസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദെയർ പെർസ്പെക്റ്റീവ്സ്. സോ അത് ഏത് രീതിയിലാണ് പറയുന്നത്, ആ മെത്തേഡ് എന്താണ് ആക്ച്വലി അനലൈസിങ് ദ സ്ട്രക്ചർ, കണ്ടന്റ് ആൻഡ് മീനിങ് ഓഫ് ദ സ്റ്റോറീസ്. സോ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് അത് സ്ട്രക്ചേർഡ് ആണോ, അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് നറാറ്റീവ് അനാലിസിസ് എന്ന് പറയാം. സോ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസിങ് ഇന്റർവ്യൂസ് വിത്ത് ക്യാൻസർ സർവൈവേഴ്സ് ടു ഐഡന്റിഫൈ കോമൺ തിങ്സ്. സോ അത് വേറെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്യാൻസർ സർവൈവേഴ്സിനോട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. സോ അവർ പല ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള കാര്യം അവർ പറയുന്നുണ്ടാവും. സോ അതിനെ നമുക്ക് ഒരു നറേറ്റീവ് അനാലിസിസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി എന്താണ് ഡിസ്കോഴ്സ് അനാലിസിസ്, ഹൗ ലാംഗ്വേജ് ഇസ് യൂസ്ഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. സോ അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് കണ്ടന്റ്, എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് കണ്ടന്റ്, എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മീനിങ് എങ്ങനെയാണ്, അത് സ്ട്രക്ചേർഡ് ആണോ ഇല്ലേ പറയുന്ന കാര്യങ്ങൾ, അതിനെ കുറിച്ച് തന്നെ നറേറ്റീവ് അനാലിസിസ് പറയുന്നുണ്ടെങ്കിൽ ഡിസ്കോഴ്സ് അനാലിസിസ് മെയിൻ ആയിട്ട് ആ ലാംഗ്വേജ് എന്താണ്, അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണെന്നാണ് നോക്കുന്നത്. സ്റ്റഡിങ് റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു ഇറ്റ് സോഷ്യൽ കണ്ടക്ട്സ്. സോ അതിനകത്ത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ദാറ്റ് ഈസ് അനലൈസിങ് എ ഡോക്ടേഴ്സ് യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ ദി എമർജൻസി റൂം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിയർ ഐഡന്റിറ്റി ഈസ് കണക്റ്റഡ് ടു ദെയർ ജോബ്. ഒരു ഡോക്ടർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു എമർജൻസി റൂം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് പുള്ളിന്റെ ടെക്നിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയാം. സോ ഇതേപോലെ തന്നെ ആയിരിക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായാലും ശരി, അവർ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. സോ അതിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് അനാലിസിസ്. സോ ഈ പറഞ്ഞ നറേറ്റീവ് അനാലിസിസിനകത്ത് കറക്റ്റ് കണ്ടന്റ് സ്ട്രക്ചേർഡ് ആണോ, കറക്റ്റ് ഓർഡറിലാണോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്, പറയുന്ന കാര്യങ്ങൾ. ഡിസ്കോഴ്സ് അനാലിസിസിൽ കൃത്യമായിട്ട് അവർ പറയുന്ന ടെക്നിക്കൽ ടേമും കാര്യങ്ങളും മറ്റൊക്കെയാണോ യൂസ് ചെയ്യുന്നത്, അവിടെ ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കോഴ്സ് അനാലിസിസിൽ നോക്കുന്നത്. ഓക്കെ, നാലാമത്തെ കാര്യമാണ് ഫോക്കസ് ഗ്രൂപ്പ്സ്. അപ്പൊ എന്താണ് ഫോക്കസ് ഗ്രൂപ്പ്സ്? അതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനും മറ്റുമൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ഫോക്കസ് ഗ്രൂപ്പ്സ് ആർ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. സോ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വരുന്നത് ഫോക്കസ് ഗ്രൂപ്പ്സിലാണെന്ന് ഓർത്ത് വെക്കുക. ടു കളക്ട് ഡേറ്റ അബൌട്ട് പീപ്പിൾസ് പെർസെപ്ഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, എക്സ്പീരിയൻസ്. They are a type of group interview that can be used for variety of purposes including ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തണം. മാർക്കറ്റ് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറെ ആൾക്കാരെ വിളിച്ചിരുത്തി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാരുടെ പല അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ റിയാക്ട് ടു പ്രോഡക്റ്റ് ഓർ സർവീസസ്. Then program evaluation to learn lessons and to make recommendations for improvement. സോ പ്രോഗ്രാം ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ മുമ്പ് പഠിച്ചതാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ഒക്കെ. സോ അതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും അല്ലെ, കൂടുതൽ ലെസൺസ് ലേൺ ചെയ്തുകൊണ്ട് കൂടുതൽ ആൾക്കാരുടെ റെക്കമെൻഡേഷൻസ് കണക്കിലെടുത്തുകൊണ്ട് അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെ, അവരെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. സോ അതിനാണ് ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയാം. പിന്നെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആർക്കൈവൽ അനാലിസിസ് എന്ന് പറയും. അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കുറെ ഡേറ്റകൾ ഉണ്ടാവും. ആ ഡേറ്റ എടുത്ത് വെച്ചിട്ട് സ്റ്റഡി ചെയ്യും. അത് മേ ബി ഇലക്ട്രോണിക് ഡേറ്റ ആവാം, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് എന്താ പറയാ ഈ പറഞ്ഞ ഡേറ്റ ഷീറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻകം സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നടത്തുന്ന ഒരു സ്റ്റഡീനാണ് ഡോക്യുമെന്റ് അനാലിസിസ് അല്ലെങ്കിൽ ആർക്കൈവൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റിവ്യൂയിങ് ഓർ ഇവാലുവേറ്റിംഗ് ഡോക്യുമെന്റ് ബോത്ത് പ്രിന്റഡ് ഓർ ഇലക്ട്രോണിക്. സോ അത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആവാം, മേ ബി ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ആൻഡ് ഇലക്ട്രോണിക് ഇൻ എ മെത്തോഡിക്കൽ മാനർ, കറക്റ്റ് ഉള്ള ഒരു മെത്തോഡിക്കൽ ആയിട്ടുള്ള ഒരു മാനറിൽ അതിനെ സ്റ്റഡി ചെയ്യുന്നു. ഡോക്യുമെന്റ് അനാലിസിസ് മെത്തേഡ് ലൈക്ക് മെനി അതർ qualitative research method involves examining and interpreting data to uncover meaning and gain understanding and come to a conclusion. So ഈ പറഞ്ഞ പോലെ പല ഡോക്യുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് അത് ഏത് ടൈപ്പിലുള്ള ഡേറ്റയും ആവാം, മേ ബി ഒരു പ്രിന്റഡ് ഡേറ്റ ആവാം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡേറ്റ ആവാം. അത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് അനാലിസിസ് നടത്തുന്നതാണ് നമ്മൾ ആർക്കൈവൽ അനാലിസിസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് അനാലിസിസ് എന്ന് പറയാം. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സിംഗ് മാനേജ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത് ഈ 5 സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരും കൃത്യമായിട്ട്.
അതിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് എന്താണ് നറാറ്റീവ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്താണ്, അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്താണ്, ഡോക്യുമെന്റ് അനാലിസിസ് എന്താണ് ചെയ്യുന്നത്, എത്തനോഗ്രാഫി എന്താണ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.